CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റ്സിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. അത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് ദെൻ റിഗാർഡിംഗ് ദ NOC കട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണിപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി സ്കൂൾ മാനേജ്മെന്റിനോട്. NOC സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇഷ്ടമുള്ളപ്പോൾ കട്ട് ചെയ്യാനുള്ളതല്ല. NOC വയലേഷൻസ് ഉണ്ടായാൽ മാത്രം, അതായത് ചില പ്രത്യേക ഗ്രൗണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിന്റെ NOC സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് റിവോക്ക് ചെയ്യാൻ പറ്റുക. അത് ഏതൊക്കെയാണ്? വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ലോസ്, സ്റ്റേറ്റിൽ പ്രിവെയിലിംഗ് ആയ ഏതെങ്കിലും ലോസിന്റെ വയലേഷൻ ഉണ്ടാവുക, മിസ് മാനേജ്മെന്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ വയലേഷൻ ഓഫ് എനി സ്പെസിഫിക് റൂൾസ്. സോ ഇതൊന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം പുനഃപരിശോധിക്കണം. കാരണം അങ്ങനെ സ്കൂളുകളെ ഭീഷണിപ്പെടുത്തിയല്ലോ ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒരു ലീഗൽ അല്ലാത്ത ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു NOC കട്ട് ചെയ്യുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെ വരുമ്പോൾ, ഭീഷണി എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊക്കെ ഗ്രൗണ്ട്സിൽ ഒരു സ്കൂളിന്റെ NOC കട്ട് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. നോൺ വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ലോസ്, നോൺ കംപ്ലയൻസ് വിത്ത് റൂൾസ് ആൻഡ് മിസ്മാനേജ്മെന്റ് ഓഫ് ദ സ്കൂൾ. ഈ 3 ഗ്രൗണ്ട്സും നടന്നിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 ഗ്രൗണ്ട്സിലും യാതൊരു തരത്തിലുള്ള വയലേഷൻസും ഉണ്ടായിട്ടില്ല. സോ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഓൺ ഹിസ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യുമ്പോൾ അത് ലീഗലി പഠിച്ചിട്ട് വേണം അദ്ദേഹം അത് പറയാൻ. നോക്കൂ, ഒരു എഡ്യൂക്കേഷൻ നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. ഒരു മിനിറ്റ്, ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇതിനെ ആരാണ് തർക്കത്തിലേക്ക് കൊണ്ടുപോയത്? വിദ്യാഭ്യാസ മിനിസ്റ്റർ സ്കൂളിനെതിരെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. വിദ്യാഭ്യാസ മിനിസ്റ്റർ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പറയുകയാണ് സ്കൂളിന്റെ NOC കട്ട് ചെയ്യുമെന്ന്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഭിഭാഷകയ്ക്ക് പറയാനുള്ളത്? ഒന്ന് നോക്കൂ. യുവർ ക്വസ്റ്റ്യൻ സേസ് ഇറ്റ്. You only question me saying that വിദ്യാഭ്യാസ മിനിസ്റ്റർ ഇങ്ങനെ ഒരു NOC. You repeat your question. What was your question on? No. My question is clear. What was your question? Wait. പ്രവർത്തിക്കണമെങ്കിൽ NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണം. ഇതാണ് കേരളത്തിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതും കൂടെ ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. That is what I have explained, stating that വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ വാട്ട് ഈസ് ദ ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരു NOC കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സിന്റെ വയലേഷൻ ഇവിടെ നടന്നിട്ടുണ്ടോ? NOC കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്? പ്രിവെയിലിംഗ് ലോസിന്റെ സ്റ്റേറ്റ് ലോസിന്റെ വയലേഷൻ ഉണ്ടായാൽ, അതുപോലെ തന്നെ പിന്നെ റൂൾസിന്റെ വയലേഷൻ ഉണ്ടായാൽ, മിസ്മാനേജ്മെന്റ് ഉണ്ടായാൽ, ഈ 3 കാറ്റഗറിയിലും NOC കട്ട് ചെയ്യേണ്ട വിധത്തിലുള്ള യാതൊരു വിഷയവും ഈ സ്കൂളിൽ നടന്നിട്ടില്ല. സോ ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഹി ഹാസ് മെയ്ഡ്.